ഒരു ഞങ്ങൾ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു വീഡിയോ കോൺഫറൻസിങ്ങിൽ ഈ പോന്ന ആളുകളെല്ലാം ഈ ഒരു നമുക്ക് ഗ്രീൻ ഹാവൻ്റെയും അതുപോലെ തന്നെ ഡെസ്റ്റിനേഷൻ്റെയും ആയിട്ടുള്ള ഒരു വീഡിയോ കോൺഫറൻസിങ്ങിൽ ഞങ്ങളെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പോൾ അന്ന് തന്നെ പറഞ്ഞു, അവിടെ നമ്മളൊരു ജെയ്ഡ് ഫാക്ടറി കാണും. ജെയ്ഡ് ഫാക്ടറി എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും നല്ല ജെയ്ഡ് കിട്ടുന്ന സ്ഥലമാണ്. അതും ഒറിജിനൽ ജെയ്ഡ് കിട്ടും. അപ്പോൾ ഈ ജെയ്ഡ് എന്തുവാണ്, ഈ സാധനം എന്തുവാന്ന് പോലും നമുക്കറിഞ്ഞൂടാ. അവസാനം ശരി എന്നൊക്കെ വിചാരിച്ചു. ഞാൻ ഈ ജെയ്ഡ് ഫാക്ടറി എന്ന് പറയുന്നത് ഇത് എന്തുവാണുള്ളത് കാണാൻ എന്നുള്ളതെന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുക. അപ്പോൾ രാവിലെ ഞങ്ങൾ എല്ലാം ഇതുപോലെ ഹോട്ടലിൽ നിന്ന് ബസ്സിനകത്ത് കയറ്റി ഞങ്ങളെ കൊണ്ടുപോയി. വളരെ ദൂരെയാണ്. അവിടെ ചെന്ന് നേരെ ചെന്ന് ഒരു വലിയ കെട്ടിടത്തിൻ്റെ മുമ്പിൽ ഞങ്ങളെ കൊണ്ടിറക്കി. അവിടെ ഒരു പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. അവിടെ അപ്പോൾ അതിൻ്റെ വാതിലങ്ങോട്ട് കടന്നു കെട്ടിയാൽ അതൊരു മായ കാഴ്ചയാണ് അവിടെ കണ്ടത് മുഴുവൻ. ഈ ജെയ്ഡ് എന്ന് പറഞ്ഞ് ഞാൻ അതിനു മുമ്പ് കണ്ടിട്ടില്ല എന്താണെന്ന്. ഈ പിസ്ത കളറിലുള്ള ഒരു ഗ്ലാസും പോലുള്ള, മാർബിളുമല്ല ഗ്ലാസുമല്ല, ഒരു സ്റ്റോണാണത് കേട്ടോ. ആ രീതിയിലുള്ള ഒരു സാധനമാണ്. അതിൽ അങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഒരു വലിയ കർട്ടൻ പോലെ ഉള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് വളരെ വിശാലമായ ഒരു സ്ട്രക്ചറാണ്. അത് മുഴുവൻ കൊത്തുപണികളാണ് ചെയ്തേക്കുന്നത്, നല്ല സ്റ്റൈലും കൊത്തുപണികൾ. അപ്പോൾ ഇത് നിർമ്മിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ കല്ലിനകത്ത് കൊത്തി കൊത്തി എടുക്കുന്നത് പോലെ വളരെ കഷ്ടപ്പെട്ട് ആണ് അവരിരുന്ന് ഇത് മുഴുവൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ ജെയ്ഡിൻ്റെ അവിടെ നോക്കുമ്പോൾ അതിനകത്ത് കണ്ടേക്കുന്ന വലിയ രൂപങ്ങൾ, എന്നിട്ട് ചിലതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഓൾറെഡി സോൾഡ് ഔട്ട് എന്ന്. ആ സോൾഡ് ഔട്ട് എന്നൊക്കെ പറയുന്നതിൻ്റെ വില എത്രയാണെന്നറിയോ? ഓരോ എണ്ണത്തിൻ്റെയും 35,000 യുവാനൊക്കെയാണ്. അത് 1,00,000 യുവാൻ വിലയിട്ട സാധനങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട് വേറെ. അതുപോലെ നോക്കുമ്പോൾ വളരെ, അതായത് നമ്മുടെ ഈ മൃഗങ്ങളുടെ രൂപങ്ങൾ, വലിയ രൂപങ്ങൾ, അതും നല്ല ഈ പറഞ്ഞ പോലെ പിസ്ത കളറിൽ ഒരു നല്ല ട്രാൻസ്പെയറൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മളത് കാണുന്നത്. അത് കാണണം, അത് അത്രത്തോളം നല്ലതാണ്. അതുപോലുള്ള ഒരുപാട് രൂപങ്ങളാണ് ആ ഒരു വലിയ ഹാളിൽ മുഴുവനായിട്ടും വെച്ചേക്കുന്നത് അതിനകത്ത്. അപ്പോൾ അതെല്ലാം ചുറ്റി നടന്ന് കാണണം. ഞാനത് ചുറ്റി നടന്ന് പല രീതിയിലുള്ള പ്രതിമകൾ ആണ് നിർമ്മിച്ച് വെച്ചേക്കുന്നത്. രൂപങ്ങൾ, ആ പല രൂപങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ചൈനീസ് ശില്പങ്ങളും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെയാണ് കൂടുതലും. അല്ലാത്ത രൂപങ്ങളൊക്കെ കുറവാണ്. അല്ലാതെ മനുഷ്യരുടെ രൂപമായിട്ടൊന്നും വലുതായിട്ട് ചെയ്തു വെച്ചിട്ടില്ല. പിന്നെ ഈ വലിയ 2 കാളയുടെ രൂപം, അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കിടക്കുന്നതായിട്ട്, നേരെ മുഖത്തോട് നോക്കി കിടക്കുന്നതിൻ്റെ രൂപം, അത് പറഞ്ഞാൽ അത് ഒരു ലോറിക്കകത്ത് കാണും കയറ്റിയാലേ ഒക്കുള്ളൂ. അതുപോലെ ഒരു ലോറി ലോഡ് കാണും. അത് ആ 2 എണ്ണം അത് അവിടെ ഉണ്ട്. കാണേണ്ട ഒരു കാഴ്ചയാണത്. എല്ലാം അത്രയും നല്ല സ്റ്റൈലായിട്ടുള്ള സാധനങ്ങൾ ഞാൻ കണ്ടിട്ടില്ല വേറെ. ഐവറി ഷോപ്പുകളൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇതേപോലെ ജെയ്ഡ് ഫാക്ടറി ആദ്യമായിട്ട് സന്ദർശിക്കുകയാണ്. അത് അവിടെയും ഞാൻ കണ്ടിട്ടുള്ളൂ, വേറെ എങ്ങും ഞാൻ കണ്ടിട്ടുമില്ല. ഇത് വളരെ കോസ്റ്റ്ലിയാണ്. പിന്നെ അവിടെ നിന്ന് ആ ചൈനയിലെ ഈ ജെയ്ഡ് ഫാക്ടറി വാങ്ങിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇത് നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് ഒറിജിനലായിട്ടുള്ള സാധനങ്ങൾ കിട്ടും, അത് ഉറപ്പാട്ടോ. പിന്നെ ഇതങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതും കഴിഞ്ഞതിന് ശേഷം ഈ വലിയ രൂപങ്ങളൊക്കെ വെച്ചേക്കുന്നു. അത് കഴിഞ്ഞാൽ അതിനകത്ത് ഇരിക്കാൻ ഒരു മേശയും 3 ചെയർ വിട്ടിട്ടുണ്ട്. ഞാൻ കുറേ നടന്ന് കാല് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാനതിൽ പോയി ഇരുന്നു കേട്ടോ. ഞാൻ ഇരിക്കുന്നതിൻ്റെ ഫോട്ടോയൊക്കെ വന്ന് ഡോക്ടറുണ്ടായിരുന്നു, ഡോക്ടർ സജിത്തും അതുപോലെ തന്നെ വേറെ ഈ നസീറും ഒക്കെ കൂടെ വന്ന് ഈ ഫോട്ടോ എടുത്തിട്ടുണ്ട് എൻ്റെ. അതും കഴിഞ്ഞ് ഞാൻ അവിടെ ഇരുന്നു കുറേ കഴിഞ്ഞ്. അപ്പം അവിടെ അങ്ങ് പർച്ചേസ് പിന്നെ നടക്കുക. ഞാൻ പിന്നെ പതുക്കെ ഒന്ന് പോയി നോക്കിയപ്പോൾ എന്താണെന്നറിയാമോ, നമ്മുടെ ആഭരണങ്ങൾ മുഴുവൻ, അതായത് മാല തുടങ്ങി മാല, സ്ത്രീകൾ ഉപയോഗിക്കുന്ന കമ്മലുകൾ എന്ന് പറയുന്നത് ഇഷ്ടംമാതിരിയാണ് കമ്മലുകൾ. പിന്നെ അതേപോലെ തന്നെ ഈ
വള, സ്ത്രീകൾ ഉപയോഗിക്കുന്ന വളകൾ, പിന്നെ മോതിരം, ഇഷ്ടംമാതിരി ഫിംഗർ റിങ്സ്, അത് പല വെറൈറ്റിയിലുള്ളതുണ്ട്. അത് ജെഡി തന്നെ തീർത്തേക്കുന്നതാണ്. അത് അട്രാക്റ്റീവായിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ കമ്മലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഈ ഞാത്തൊക്കെ ഉണ്ടല്ലോ, ആ കമ്മലിൻ്റെ ഇതും രണ്ടും ജെയ്ഡാണ്. ആ ജെയ്ഡ് ഇത് മാത്രമല്ല, അതായത് ഈ പിസ്ത കളർ മാത്രമല്ല, അതല്ലാതെ ഈ വേറെ ഒരു കളറിൽ ഉള്ളതും കൂടെ ഞാൻ കണ്ടു. അത് ഒരു 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 നമുക്കൊരു പിങ്ക് കളറിലുള്ളത് അതുമുണ്ട്. റോസ് കളറും പിങ്കും കൂടെ ചേർന്ന് അതിൻ്റെ ഇടയിലുള്ള ഒരു കളറ്. അങ്ങനെയുള്ള ഈ ഞാത്തുകൾ, കമ്മലും ഞാത്തും ആയിട്ടുള്ളത്, അത് വളരെ നല്ലതാണ്. ഈ സ്ത്രീകൾ പിന്നെ ഇത് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തുനിന്ന് പോകത്തില്ലല്ലോ. ഒരുപാട് പേര് അവിടുന്ന് അത് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അന്ന്. അപ്പോൾ പിന്നെ അവിടുത്തെ പർച്ചേസിന് നമ്മൾ അപ്പം വിചാരിക്കുന്നത് എന്താണെന്നറിയാം, ഇവിടെ ഈ ബാർഗെയിനിങ്ങും സാധാരണ ഇവിടെ പിന്നെ നിൽക്കുന്നവർക്കൊക്കെ ഇംഗ്ലീഷ് അറിയാം. അവിടുത്തെ സെയിൽസ് ഗേൾസ് എന്ന് പറയുന്നവർക്കൊക്കെ ഇംഗ്ലീഷ് അറിയാം. അപ്പോൾ അവർക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ റോളക്സ് വാച്ച് കിടക്കുന്നത് കണ്ടുകൊണ്ട് അതിൽ നിൽക്കുന്ന ഒരു പെണ്ണ് കാണിക്കുന്നു, അതിൻ്റെ കയ്യിലും കിടപ്പുണ്ടെന്ന് റോളക്സ്. ഞാൻ നല്ലതാണെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ് വീണ്ടും നോക്കിയപ്പോൾ ആളുകൾ വാങ്ങല്ലേ, പർച്ചേസ് ചെയ്യല്ലേ. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന ഒരാൾ കമ്മൽ വാങ്ങിയപ്പോൾ അയാളുടെ അടുത്ത് 1000 യുവാനാണ് അതിന് ചോദിച്ചത്. പക്ഷേ അയാളത് വില പറഞ്ഞ് 400 യുവാനിലെത്തിച്ചു. അത് വാങ്ങിച്ചു. 2 എണ്ണം 400 വീതം ഉള്ള 2 എണ്ണം വാങ്ങി. ഇത് കഴിഞ്ഞ് അതിന് ശേഷം അന്ന് ഞങ്ങൾക്ക് അതിനകത്ത് അതിൻ്റെ മുകളിലത്തെ നിലയിൽ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ അവിടെ ആ ഘട്ടത്തിൽ തന്നെ ഒരു വലിയ റെസ്റ്റോറൻ്റ് ഉണ്ട്, ചൈനീസ് റെസ്റ്റോറൻറ്റ്. അവിടുന്ന് നല്ല വിഭവസമൃദ്ധമായിട്ടുള്ള ചൈനീസ് ഫുഡാണ്. അതായത് പല വിധത്തിൽ, അതായത് ആദ്യം നമുക്ക് വെജിറ്റേറിയൻ ആണെന്നുണ്ടെങ്കിൽ ഫിംഗർ ചിപ്സ് തുടങ്ങി, അതുപോലെ തന്നെ സാലഡ്, പിന്നെ ഇതേപോലെ അതുപോലെ തന്നെ ചിക്കൻ്റെ ഒരു 2-3 വെറൈറ്റി, അത് ചൈനീസ് രീതിയിൽ പ്രിപ്പയർ ചെയ്തത്. പിന്നെ അതുപോലെ വലിയ കൊഞ്ച് ഷ്രിമ്പ്, അത് നല്ല സ്റ്റൈലായിട്ട് വെച്ചേക്കുന്ന ചൈനീസ് വിഭവം, ഇതൊക്കെ ഉണ്ട്. അല്ലാതെ വേറെ ഫിഷിൻ്റെ വെറൈറ്റിയും ഉണ്ട്. ഇത്രയും സാധനങ്ങൾ, അത് നല്ല സ്റ്റൈലായിട്ടുള്ള മേശ, അതിൽ അലങ്കരിച്ചിങ്ങനെ വെച്ചേക്കാണ് ഇഷ്ടംമാതിരി. അത് നമുക്ക് കറക്കിയെടുക്കാം മുഴുവൻ സാധനം. നമ്മളവിടെ ചെന്നിരുന്ന ഒരെണ്ണത്തിൽ 6 സീറ്റ് വീതം കിട്ടുന്നുണ്ട്. അതിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ സീറ്റിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഓരോ സാധനം എടുത്ത് നമുക്ക് കഴിക്കാം. അത് ഇത്രയും പേർക്ക് അത് ധാരാളം കഴിക്കത്തക്കവണ്ണം ഉണ്ടായിരുന്നു. നന്നായിട്ട് കഴിച്ചു കേട്ടോ, വളരെ നന്നായിട്ട് അത് കഴിക്കാൻ പറ്റി. അത്ര നല്ല ഫുഡായിരുന്നു, ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡാണ്. അപ്പോൾ തിരിച്ചിറങ്ങി വന്നപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ പതുക്കെ ഈ പറഞ്ഞ പോലെ ഈ കമ്മൽ ഒന്ന് വാങ്ങിക്കാനായിട്ട് ശ്രമിച്ചു. ചെന്നപ്പോൾ അവസാനം വില പറഞ്ഞ് 200 യുവാന് സമ്മതിച്ചു കേട്ടോ. അത് അപ്പം നേരത്തെ വാങ്ങിച്ച ആൾ ഇറങ്ങി വരുന്ന കണ്ടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ കൂടെ ഉള്ള ആളാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ തരത്തില്ല, അത് 400 തരുള്ളൂ എന്ന് പറഞ്ഞു. ഇതാണ് അവിടുത്തെ കച്ചവടം. അത് മനസ്സിലാക്കാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്.